Exercise 1.4 question number 1. 13 divided by 3125. ഇവിടെ ഒരു 10 questions ആണുള്ളത്. Question ഇതാണ്: without actually performing the long division method, state whether the following rational number will have a terminating decimal expansion or a non-terminating repeating decimal expansion. അപ്പോ ആക്ച്വൽ ഡിവിഷൻ ചെയ്യാതെ നമുക്ക് ഈ തന്നിരിക്കുന്ന നമ്പറിന്, ഈ ഫ്രാക്ഷന്, ഈ റാഷണൽ നമ്പറിന് ഡിവൈഡ് ചെയ്താൽ കിട്ടുന്ന ഡെസിമൽ എക്സ്പാൻഷൻ ടെർമിനേറ്റിംഗ് ആണോ അതോ നോൺ ടെർമിനേറ്റിംഗ് ആണോ അതോ നോൺ ടെർമിനേറ്റിംഗ് റിപ്പീറ്റിംഗ് ആണോ എന്ന് എഴുതുക. അതാണ് ഇവിടെയുള്ള ക്വസ്റ്റ്യൻ. അപ്പോ നമ്മൾ നേരത്തെയുള്ള ക്ലാസ്സുകളിൽ പഠിച്ചതാണ്, ഒരു നമ്പറിന് ടെർമിനേറ്റിംഗ് ഡെസിമൽ എക്സ്പാൻഷൻ ആയിരിക്കണമെങ്കിൽ അത് 2n into 5n എന്ന ഫോമിലായിരിക്കണം. കാരണം 2ഉം 5ഉം 2 and 5 ഇതിന്റെ രണ്ടിന്റെയും കൂടെ പ്രൊഡക്റ്റ് ആണ് 10. അപ്പൊ 10 ആണ് ഡിനോമിനേറ്റർ ആയി വരുന്നത് എങ്കിൽ അവിടെ ഡിവിഷനിൽ ടെർമിനേറ്റിംഗ് ഡെസിമൽ എക്സ്പാൻഷൻ ആയിരിക്കും ഉള്ളത്. അങ്ങനെയാണെങ്കിൽ വിത്തൗട്ട് ആക്ച്വലി പെർഫോമിംഗ് ദ ഡിവിഷൻ നമുക്ക് എഴുതി വെക്കണം ഇത് ടെർമിനേറ്റിംഗ് ആണോ നോൺ ടെർമിനേറ്റിംഗ് ആണോ അതോ നോൺ ടെർമിനേറ്റിംഗ് റിപ്പീറ്റിംഗ് ആണോ എന്ന്. അപ്പൊ അതിനുവേണ്ടി നമ്മൾ ചെയ്യേണ്ടത് ഡിനോമിനേറ്റർ ആയ 3125 ഫാക്ടറൈസ് ചെയ്യണം. 3125 ഡിവൈഡ് ചെയ്യാം ഇവിടെ 5 കൊണ്ട്. 6 2 5 അഗൈൻ ഡിവൈഡിംഗ് ബൈ 5 1 2 5 അഗൈൻ ഡിവൈഡിംഗ് ബൈ 5 25 അഗൈൻ 5 and 5. അപ്പൊ ഇവിടെ നമുക്ക് 3125 ഇങ്ങനെ എഴുതി വെക്കാം. 3125 is equal to 1 2 3 4 5 times 5 1 2 3 4 5. 3125 നമ്മൾ പ്രൈം ഫാക്ടറൈസ് ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയത് 5 times 5 ആണ്. അപ്പൊ ഇതിനെ നമുക്ക് ഇങ്ങനെ എഴുതാം, is equal to 5 raised to 5 എന്ന് എഴുതി വെക്കാം. ഈ 5 raised to 5 ആണ് കിട്ടിയത്. ഞാൻ നേരത്തെ പറഞ്ഞു 2 raised to n into 5 raised to n എന്ന ഫോമിൽ വരുന്ന നമ്പർ ആണെങ്കിൽ അതിന് ഒരു ടെർമിനേറ്റിംഗ് ഡെസിമൽ എക്സ്പാൻഷൻ ആയിരിക്കും ഉള്ളത്. അപ്പൊ ഇവിടെ നമുക്ക് ഒരു 5 വന്നാലും ഒരു 2 വന്നാലും രണ്ടിൽ ഏത് വന്നാലും നമുക്ക് ടെർമിനേറ്റിംഗ് ആണെന്ന് പറയാം. ഫോർ എക്സാമ്പിൾ 7/5 എന്ന് കിട്ടിയെന്നിരിക്കട്ടെ. ഇവിടെ നമുക്ക് 5 ആണ് വന്നത്. ഇതിനെ 10 ആക്കണമെങ്കിൽ ഒരു 2 കൊണ്ട് കൂടി മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ നമ്മൾ ന്യൂമറേറ്ററിൽ ഒരു 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു, അതിന്റെ വാല്യൂ ചേഞ്ച് ആകാതിരിക്കാൻ. അങ്ങനെയാണെങ്കിൽ ഇവിടെ 7 into 2 which is 14 divided by 5 into 2 10 ആണ്. അപ്പൊ ഈ ക്വസ്റ്റ്യൻ 1.4 എന്ന ആൻസറിൽ എത്തും. അതായത് അവിടെ ഒരു ടെർമിനേറ്റിംഗ് ഡെസിമൽ എക്സ്പാൻഷൻ കിട്ടി. അപ്പൊ നമുക്ക് either 5 or 2 ആണ് വേണ്ടത് ഫോർ ഗെറ്റിംഗ് എ ടെർമിനേറ്റിംഗ് ഡെസിമൽ എക്സ്പാൻഷൻ. അപ്പോ ഇവിടെ 5ന്റെ മൾട്ടിപ്പിൾ ആയിട്ടാണ് വന്നിരിക്കുന്നത്. 5 raised 5 എന്ന ഫോമിലാണ് വന്നിരിക്കുന്നത്. ഈ ഒരു ക്വസ്റ്റ്യനില് 13/3125 ഇൻറ്റു ഇവിടെ വന്നിരിക്കുന്നത് 5 raised to 5 ആണെങ്കിൽ 2 raised to 5 കൊണ്ട് ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും മൾട്ടിപ്ലൈ ചെയ്താൽ ഇത്രയും 5ന് ഓരോ പേരായി 2 നമ്മൾ എഴുതുകയാണെങ്കിൽ ഫൈനലി ഇത് ഒരു 1ഉം 0യും മാത്രമുള്ള നമ്പറായി മാറും. ഫോർ എക്സാമ്പിൾ ഇവിടെ നമുക്ക് 5 ആണുള്ളത്. 1 2 3 4 5. ഇവിടെ ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യാനായി 5 2 കൂടി എഴുതിയാൽ ഇത് രണ്ടും കൂടെ ചേർന്ന് ഒരു 10 ആകും. അടുത്ത ഈ 2 നമ്പറുകൾ ചേർന്ന് ഒരു 10 ആകും. ഈ 2 നമ്പറുകൾ ചേർന്ന് ഒരു 10 ആകും. ഈ 2 നമ്പറുകൾ ചേർന്ന് ഒരു 10 ആകും. അടുത്ത ഈ 2 നമ്പറുകൾ ചേർന്ന് അനദർ 10. അപ്പോ 1 2 3 4 5 10s ആകും. ദാറ്റ് മീൻസ് 1 2 3 4 5. ഇങ്ങനെ 3125 ഈ ഒരു നമ്പറായി മാറും. അപ്പൊ ഇതുകൊണ്ട് ഡിവൈഡ് ചെയ്യാൻ എളുപ്പമാണ്. 1 2 3 4 5 ഡെസിമൽ പ്ലേസസ് മാറ്റി പോയിന്റ് ചെയ്താൽ മാത്രം മതി. അപ്പൊ അതുകൊണ്ടാണ് പറയുന്നത് ഒരു നമ്പർ ടെർമിനേറ്റിംഗ് ആകണമെങ്കിൽ അത് 2 raised to n into 5 raised to n എന്ന ഫോമിലായിരിക്കണം. രണ്ടും ഒരേപോലെ വരണമെന്ന് നിർബന്ധമില്ല. 2ഓ 5ഓ മൾട്ടിപ്പിൾസ് ആയി വന്നാൽ മാത്രം മതി. അപ്പൊ ഇവിടെ 5 raised to 5 ആണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ എഴുതി വെക്കാം, which is of the form 2 raised to n into 5 raised to n. അങ്ങനെയാണെങ്കിൽ നമുക്ക് എഴുതി വെക്കാം, therefore 13/3125 is a terminating decimal. That is 13/3125 will have a terminating decimal expansion. Second question 17/8. നമുക്ക് 8നെ ഫാക്ടറൈസ് ചെയ്യാം. 8നെ നമുക്ക് 2 into 2 into 2 എന്ന് എഴുതാം, which is 2 raised to 3.
ഇത് 2n എന്ന ഫോമിലായി. ഇവിടെ 2 ആണ് കിട്ടിയത്. അപ്പൊ 5 കൂടി ന്യൂമറേറ്ററും ഡിനോമിനേറ്ററിലും എഴുതി മൾട്ടിപ്ലൈ ചെയ്താൽ അത് 10ന്റെ മൾട്ടിപ്പിൾസ് ആയി മാറും. അങ്ങനെയാണെങ്കിൽ അതൊരു ടെർമിനേറ്റിംഗ് ഡെസിമൽ എക്സ്പാൻഷൻ ആയി ഫോം ചെയ്യും. ഇത് 8നെ നമ്മൾ 2 എന്നാണ് എഴുതിയത്. 5ന്റെ മൾട്ടിപ്പിൾ കൂടി വരത്തക്ക വിധത്തിൽ ഇതിനെ എഴുതുകയാണെങ്കിൽ നമുക്ക് 5 എന്ന ഫോമിൽ എഴുതാം. കാരണം അവിടെ 5 കൂടി എഴുതാൻ നമുക്ക് കഴിഞ്ഞു 2 5 എന്ന ഫോമിൽ. അങ്ങനെയാണെങ്കിൽ നമുക്ക് എഴുതാം 17/8 ഈസ് ഓഫ് ദ ഫോം 2n into 5n. അങ്ങനെയാണെങ്കിൽ ഇതിന് ഒരു ടെർമിനേറ്റിംഗ് ഡെസിമൽ എക്സ്പാൻഷൻ ആയിരിക്കും ഉള്ളത്. എഴുതി വെക്കാം. therefore 17/8 will have a terminating decimal expansion. തേർഡ് ക്വസ്റ്റ്യൻ 64/455. ഇവിടെ നമുക്ക് 455നെ ഫാക്ടറൈസ് ചെയ്യാം. 455 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 91 അഗൈൻ അതിനെ നമുക്ക് 7 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 13. അപ്പോ ഇതിന്റെ ഫാക്ടേഴ്സ് എഴുതി വെക്കാം. 5 into 7 into 13. ഇവിടെ ഇത് 7 13 പ്രൈം നമ്പേഴ്സ് ആണ് വന്നിരിക്കുന്നത്. അപ്പൊ നമുക്ക് എഴുതി വെക്കാം വിച്ച് ഈസ് നോട്ട് ഇൻ ദ ഫോം 2n into 5n. അങ്ങനെയാണെങ്കിൽ ദിസ് നമ്പർ അല്ലെങ്കിൽ 64/455 will have a non-terminating decimal expansion. Fourth question 15/1600. 1600നെ നമുക്ക് ഫാക്ടറൈസ് ചെയ്യാം. 1600 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 800 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 400 2 again 200 2 again 100 again 2 which is 50 again 2 25 and 5 into 5. അപ്പൊ ഇതിന്റെ ഫാക്ടേഴ്സ് നമുക്ക് ഇങ്ങനെ എഴുതാം. 1 2 3 4 5 6. അപ്പൊ ഞാൻ 2 into 2 into 2 into 2 into 2 into 2 into 5 into 5. 1 2 3 4 5 6 is equal to 2�6 into 5�2. ഇത് കറക്റ്റ് ആയി 2n into 5n എന്ന ഫോമിൽ തന്നെ കിട്ടി. അതുകൊണ്ട് നമുക്ക് എഴുതി വെക്കാം which is of the form 2�6 into 5�2 which is of the form 2n into 5n. Therefore 15/1600 will have a terminating decimal expansion. Fourth question 29/343. അപ്പൊ നമുക്ക് 343യെ ഫാക്ടറൈസ് ചെയ്യാം. 343 ഡിവൈഡഡ് ബൈ 7ന്റെ ക്യൂബ് ആണ് 343. അപ്പൊ നമുക്ക് അതിനെ എഴുതാം 749 ഡിവൈഡഡ് ബൈ 7 is equal to 7 into 7 into 7 which is 7�3. അപ്പൊ നമുക്ക് എഴുതി വെക്കാം 7�3 which is not in the form 2n into 5n. അങ്ങനെയാണെങ്കിൽ എഴുതാം therefore 29/343 will have a non-terminating decimal expansion. Sixth question 23/2�3 into 5�2. ഇവിടെ ഫാക്ടറൈസ് ചെയ്ത് 2ന്റെയും 5ന്റെയും പവറിലാണ് ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത്. അപ്പൊ നമുക്ക് എഴുതാം 2�3 into 5�2 is of the form 2n into 5n. അങ്ങനെയാണെങ്കിൽ ഡയറക്റ്റ് നമുക്ക് ആൻസർ എഴുതി വെക്കാം 23/2�3 into 5�2 will have a terminating decimal expansion. Seventh question 129 divided by 2⁵ 5⁵7 7⁵5. അപ്പോ 2⁵2 into 5⁵7 into 7⁵5 ഇത് 2n 5n എന്ന ഫോമിലല്ല. കാരണം ഒരു 7⁵5 കൂടിയുണ്ട്. അപ്പൊ നമുക്ക് എഴുതി വെക്കാം which is not in the form 2n into 5n. അങ്ങനെയാണെങ്കിൽ
ഇവിടെ നമുക്ക് ഡയറക്റ്റ് ആൻസർ എഴുതി വെക്കാം 129 by therefore 129 by 2 raised to 2 5 raised to 7 7 raised to 5 will have a non-terminating decimal expansion. 8th question 6 by 15. ഇവിടെ 15 നമ്മൾ ഫാക്ടറൈസ് ചെയ്താൽ 3 into 5 എന്ന് എഴുതാം. ഒറ്റ നോട്ടത്തിൽ ഇത് 2 raised to n into 5 raised to n എന്നുള്ള ഫോമിൽ അല്ല. എന്നാൽ ഇവിടെയുള്ള ന്യൂമറേറ്ററും ഡിനോമിനേറ്ററുമായി കമ്പയർ ചെയ്യുമ്പോൾ 6 by 15 നമുക്ക് 6 by 15 is equal to 2 into 3 divided by 3 into 5 എന്ന ഫോമിൽ എഴുതാം. ഇങ്ങനെ എഴുതുമ്പോൾ ഇവിടെയുള്ള 3 ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും ക്യാൻസൽ ചെയ്താൽ ഫൈനലി നമുക്ക് 2 by 5 എന്ന ഫോമിൽ കിട്ടും. അങ്ങനെയാണെങ്കിൽ ഇതിനെ നമുക്ക് ഇങ്ങനെ എഴുതാം 2 divided by 5 raised to 1 into 2 raised to 0. ഇവിടെ ഡിനോമിനേറ്റർ ഇപ്പോൾ 5 raised to n 2 raised to n എന്ന ഫോമിലായി. അങ്ങനെയാണെങ്കിൽ ഇതിനൊരു ടെർമിനേറ്റിംഗ് ഡെസിമൽ എക്സ്പാൻഷൻ ആയിരിക്കും ഉള്ളത്. അപ്പൊ ശ്രദ്ധിക്കേണ്ട കാര്യം ന്യൂമറേറ്ററും ഡിനോമിനേറ്ററിലും ക്യാൻസൽ ചെയ്ത് അതിനെ റെഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന ഫോമിലാണെങ്കിൽ അത്തരത്തിൽ കൂടി ട്രൈ ചെയ്ത് നോക്കുക. ഒറ്റയടിഞ്ഞത് നോൺ ടെർമിനേറ്റിംഗ് ആണെന്ന് എഴുതി വെക്കാതെ. അപ്പോൾ ഇവിടെ നമുക്ക് എഴുതാം 5 raised to 1 into 2 raised to 0 is of the form 2 raised to n into 5 raised to n. അങ്ങനെയാണെങ്കിൽ എഴുതി വെക്കാം therefore 6 by 15 will have a terminating decimal expansion. 9th question 35 by 50 ആണ്. ഇവിടെ ഡിനോമിനേറ്റർ 50 ആണ്. 50യെ ഫാക്ടറൈസ് ചെയ്താൽ 2 into 5 into 5 എന്ന് എഴുതാം is equal to 2 raised to 1 into 5 raised to 2. ഇത് 2 raised to n into 5 raised to n എന്നുള്ള ഡയറക്റ്റ് ഫോമിൽ തന്നെയാണ്. അപ്പൊ നമുക്ക് എഴുതി വെക്കാം which is of the form 2 raised to n into 5 raised to n. Therefore 35 by 50 will have a terminating decimal expansion. Tenth question 77 by 210. ഇവിടെ 210നെ 210നെ നമുക്ക് ഫാക്ടറൈസ് ചെയ്യാം. 210 divided by 2 105 5 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 21 again 3 7. അപ്പൊ നമുക്ക് എഴുതാം 2 into 5 into 3 into 7. ഇവിടെ ഇത് 3യും 7ഉം പ്രൈം നമ്പേഴ്സ് വന്നിരിക്കുന്നു. അപ്പൊ നമുക്ക് എഴുതി വെക്കാം 2 into 5 into 3 into 7 is not of the form 2 raised to n into 5 raised to n. Therefore 77 by 210 will have a non-terminating decimal expansion. അപ്പൊ ക്ലാസ്സുകൾ കാണുമ്പോൾ ക്വസ്റ്റ്യൻ ഞാൻ എഴുതി വെക്കുന്നു. അപ്പൊ തന്നെ നിങ്ങൾ വീഡിയോ പോസ്റ്റ് ചെയ്ത് വെക്കുക. അതിനുശേഷം സ്വന്തമായി ആ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്ത് നോക്കുക. പിന്നീട് ആ വീഡിയോ പ്ലേ ചെയ്ത് നിങ്ങൾ ചെയ്ത ആൻസർ കറക്റ്റ് ആണോ, സ്റ്റെപ്പ് എല്ലാം കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്ത് തെറ്റാണെങ്കിൽ അത് തിരുത്തി വീണ്ടും ചെയ്ത് പഠിക്കുക. അതിനുശേഷം വീണ്ടും കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ കാണുക. അല്ലാതെ ഒറ്റയടിക്ക് വീഡിയോ കണ്ടു തീർക്കുന്ന രീതിയിൽ ക്ലാസ് അറ്റൻഡ് ചെയ്യരുത്. പോസ്റ്റ് ചെയ്ത് വെച്ച് വേണം കാണാൻ. എങ്കിലേ അതിൻ്റെതായ പ്രയോജനം ഉണ്ടാകത്തുള്ളൂ. അല്ലെങ്കിൽ പിന്നീട് ആ ക്ലാസ്സുകൾ കണ്ട് കുറച്ചു നേരം കഴിയുമ്പോൾ അതങ്ങ് മറന്നുപോകും. സെയിം ടൈം പഠിക്കുന്ന രീതിയിൽ വേണം ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യാൻ. ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യുന്ന കാര്യം മറന്നു പോകരുത്. മറ്റുള്ള സ്റ്റുഡൻസിലേക്ക് കൂടി എത്തിക്കുക ക്ലാസ്സുകൾ. അതിനുവേണ്ടി മാക്സിമം ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.